അയാൾ അങ്ങനെ രാധിക വരുന്നതിന് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് ചായയൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട്, ഇന്നലെ തൊട്ട് മുത്തശ്ശിക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മൾ ചെറിയച്ഛനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഇല്ല. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ഉറങ്ങാൻ ലേറ്റായിട്ടായിരിക്കും ഇപ്പോൾ എണീക്കാൻ വൈകിയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുന്ന് പറയുന്നുണ്ട്, എന്തായാലും അമ്മ ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ അങ്ങ് പോകുന്നുണ്ട്. ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ മുത്തശ്ശി വരുണിന് പോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് റൂമിലിരുന്ന് ചെക്ക് ചെയ്യാണ്. അവൻ വരുൺ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കൂടെ തന്നെ രാധിക അങ്ങ് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് ഇവർ രണ്ടുപേരും മുന്നിലെ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങുന്ന സമയത്ത് മുത്തശ്ശി ആരും കാണാതെ പതുക്കെ ആ റൂമിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങിയിട്ട് അടുക്കള വഴി അങ്ങ് പുറത്തിറങ്ങുന്നുണ്ട്. എന്നിട്ട് മുന്നിലേക്ക് അങ്ങ് നോക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ വരുണ് രാധിക ഇങ്ങനെ യാത്ര അയക്കുന്നതൊക്കെ ഉണ്ട്. വരുൺ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവർ പോയി എന്ന് കൺഫേം ആയ സമയത്ത് ഈ മുത്തശ്ശി ആരും കാണാതെ മെല്ലെ ആറ്റുവാശ്ശേരിയിൽ നിന്ന് അങ്ങ് പുറത്ത് പോകുകയാണ്. എന്നിട്ട് നേരെ അങ്ങ് കണിമംഗലത്തേക്ക് അങ്ങ് നടന്നു പോകുന്നുണ്ട്. കണിമംഗലത്താണെങ്കിൽ ഈ ചന്ദ്രശേഖരന് സേറൊക്കെ അങ്ങ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സേറ ഇങ്ങനെ ഫോൺ എടുക്കുന്ന സമയത്ത് എന്താ ചന്ദ്രു പറയൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അല്ല നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ രാധികക്കും വരുണിനെതിരെ ഒരു പ്ലാൻ നടപ്പിലാക്കുന്നുണ്ടെന്ന്. അത് എന്താണ് പ്ലാൻ? എനിക്കിങ്ങനെ അറിയാഞ്ഞിട്ടൊരു ഭയങ്കര ക്യൂരിയോസിറ്റി, അതുകൊണ്ട് ചോദിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരനോട് ഈ സേറ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ രണ്ടുപേരും പരിചയപ്പെട്ടിട്ട് എത്ര കാലമായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്. ആ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഞാൻ സാറിനെ ആദ്യം മീറ്റ് ചെയ്ത ദിവസം വരെ ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്, എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സാർ അവനോട് തിരിച്ചങ്ങ് ചോദിക്കുന്നുണ്ട്, എന്തായാലും 2-3 മാസം അതിലെന്തായാലും കൂടില്ലല്ലോ. നമ്മൾ പരിചയപ്പെടുന്നതിന് മുന്നേ ഈ സേറ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എനിക്ക് ശത്രുക്കളും ഉണ്ടായിരുന്നു. ആ ശത്രുക്കളൊക്കെ ഞാൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ വേറൊരാളോട് ആ ഒരു കാര്യം പറയാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം എന്തായാലും സാർ അങ്ങ് പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അല്ല നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് ഞാനങ്ങ് ചോദിച്ചതാണ്. അപ്പോൾ അഥവാ എനിക്കൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും നിന്നെ ഒന്ന് സഹായിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രശേഖരൻ. അപ്പോൾ സാറ് പറയുന്നുണ്ട്, എനിക്കങ്ങനെ ഞാൻ എൻ്റെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്ലാനിലേക്ക് ഞാൻ അങ്ങനെ വേറെ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രശേഖരൻ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പം നമ്മൾ രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞാൽ ഞാൻ നിന്നെയും കൂടി പേടിക്കേണ്ടി വരും അല്ലേ എന്നൊക്കെ ഇങ്ങനെ അവളോടൊരു തമാശ രൂപേണ ചോദിക്കുന്ന സമയത്ത് ഈ സേറ പറയുന്നുണ്ട്, എന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ചന്ദ്രുവിൻ്റെ ജീവനെ തന്നെയാണ് പേടിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ഫോൺ വെക്കുന്നൊക്കെ ഉണ്ട്. ഇതേ സമയത്തൊക്കെ ഈ ജയഭാരതി മുത്തശ്ശി ആരും കാണാതെ മെല്ലെ കണിമംഗലത്തിൻ്റെ ഗേറ്റൊക്കെ തുറന്ന് വീടിനകത്തേക്ക് പതുക്കെ പതുക്കെ അങ്ങനെ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവർ വീടിനകത്തേക്ക് കയറുന്ന സമയത്തുണ്ടാകും അവിടെ ഹാളിലെ ടേബിളിൽ ഇരുന്നിട്ട് ഈ ചന്ദ്രശേഖരൻ അങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെങ്ങനെ കാണുമ്പോൾ ഈ മുത്തശ്ശി ആരും കാണാതെ പതുക്കെ തന്നെ അവരുടെ പിറകിലൂടെ അങ്ങ് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവരെ ഇങ്ങനെ എല്ലാ ദേഷ്യവും പകയൊക്കെ ഇങ്ങനെ മനസ്സിലങ്ങ് വിചാരിച്ചിട്ട് അവനെ അങ്ങ് കൊന്നു കളയാനുള്ള ദേഷ്യത്തിൽ അങ്ങ് നമ്മുടെ ജയഭാരതി മുത്തശ്ശി അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ കൊല്ലും എന്നൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ടേബിളിലുണ്ടാവും ഒരുപാട് കത്തിയൊക്കെ വെച്ചിട്ടുള്ളൊരു കപ്പ്. അപ്പോൾ ആ കപ്പിൽ നിന്ന് ഒരു കത്തി അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് പതുക്കെ തന്നെ അവളുടെ പിറകെ ഇരുന്ന് അങ്ങ് കുത്താൻ വേണ്ടിയിട്ട് അങ്ങ് ആദ്യം ഒന്ന് ആഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും വീണ്ടും ഒന്ന് മനസ്സിനൊക്കെ ധൈര്യം വെച്ചിട്ട് വീണ്ടും അന്ന് കുത്താനും വേണ്ടിയിട്ട് അങ്ങ് പോകുന്നുണ്ടെങ്കിലും പക്ഷേ മുത്തശ്ശി അങ്ങ് കുത്തുന്നില്ല. മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടം വരികയാണ്. കാരണം മുന്നിലിരിക്കുന്നത് സ്വന്തം മകനാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ, സ്വന്തം മകനെയാണ് ഇനി കുത്തി കൊല്ലാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ടെൻഷനിൽ അതങ്ങ് കഴിയുന്നില്ല. അപ്പോൾ അവരങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അങ്ങ് പൊട്ടി കരയുന്നുണ്ട്. അതും ശബ്ദം പുറത്തേക്ക് വരാതെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങ് കരഞ്ഞങ്ങ് തീർക്കുകയാണ്. എന്നിട്ട് ആ ഒരു ടെൻഷനിൽ അവരുടെ കയ്യിൽ നിന്ന് അറിയാതെ ആ കത്തി താഴേക്ക് അങ്ങ് വീഴുന്നുണ്ട്. അപ്പോൾ കത്തി താഴെ വീഴുന്ന ശബ്ദം കേട്ടിട്ടാണ് ചന്ദ്രശേഖരൻ അങ്ങ് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മുത്തശ്ശി ഉണ്ടാവും അവിടെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, താഴെ അങ്ങ് കത്തി വീണ് കിടക്കുന്നുണ്ട്. അപ്പം ഈ ചന്ദ്രശേഖരൻ പെട്ടെന്ന് തന്നെ ആ കത്തി അങ്ങ് എടുക്കണം. അപ്പോൾ ഈ ചന്ദ്രശേഖരനോട് ഈ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ ദുഷ്ട, എനിക്ക് നിന്നെ കൊല്ലാൻ പോലും കഴിയുന്നില്ലല്ലോടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പൊട്ടി കരയാണ്. അപ്പോൾ ചന്ദ്രശേഖരനെ കത്തി പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ അമ്മ എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണ് അല്ലേ ഇങ്ങോട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നെ കൊല്ലാൻ തന്നെയായിരുന്നു പ്ലാൻ, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ വീണ്ടും അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശിനോട് ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതിനർത്ഥം നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നത് ആ വരുണും രാധികയും പറഞ്ഞിട്ടായിരിക്കും. അവർ രണ്ടുപേരുമാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. അതും സ്വന്തം മകനെയാണ് നിങ്ങൾ കൊല്ലാൻ നോക്കിയത്. നിങ്ങളിപ്പോൾ കൊല്ലാൻ ഇങ്ങോട്ട് വന്നതിനർത്ഥം നിങ്ങൾ എന്നെ മനസ്സിൽ പോലും സ്നേഹിച്ചിട്ട് പോലുമില്ല, നിങ്ങൾ എൻ്റെ മകനാണെന്ന് ചിന്തിച്ചിട്ട് കൂടിയില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിയത്. പക്ഷേ എൻ്റെ മൈൻഡിൽ ഇനി നിങ്ങളൊരു അമ്മയാണ് എന്നുള്ളൊരു കാര്യം തന്നെ ഇല്ല.
അതുകൊണ്ട് തന്നെ എന്നെ കൊല്ലാൻ വന്നിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. എന്നെ ആരെങ്കിലും കൊല്ലാൻ നോക്കിയാൽ ഞാൻ അവരെ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. അതിനി ആരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എന്നെ ആരെങ്കിലുമൊക്കെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ അവർ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ കത്തി എടുത്തിട്ട് മുത്തശ്ശി അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങ് കൊണ്ട് അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ടെങ്കിൽ മുത്തശ്ശി പെട്ടെന്ന് അങ്ങനെ പിറകിലൂടെ നടന്ന് ഒരു ചുമരിൽ അങ്ങ് തട്ടി അങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഞാൻ ഇനി അമ്മ ജീവിച്ചിരിക്കണ്ട, നിങ്ങളിനി എന്നെ അമ്മയാണ് എന്നുള്ളൊരു ചിന്ത പോലും എനിക്കില്ല. നിങ്ങളിനി മരിക്കാൻ പോവുകയാണ്. നിങ്ങൾ അവർ രണ്ടുപേരും പറഞ്ഞ് ഏൽപ്പിച്ച് വന്നതല്ലേ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ ജീവിച്ചിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ കത്തി എടുത്ത് അങ്ങ് കുത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ പത്മിനി അങ്ങ് ഓടി വരുന്നുണ്ട്. ചന്ദ്രശേഖര എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓടി അങ്ങ് വരികയാണ്. എന്നിട്ട് അവനെ അങ്ങ് തള്ളി മാറ്റുന്നുണ്ട്. നീ എന്തിനാണ് ഈ അമ്മനെ കൊല്ലാൻ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ അങ്ങ് പ്രതിരോധിക്കുകയാണ്. എങ്ങനെയെങ്കിലും അമ്മനെ അങ്ങ് രക്ഷിക്കണേ എന്നുള്ള മട്ടിൽ. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ ആരും ഇടപെടാൻ നിൽക്കണ്ട, ഞാൻ ഇവരെ ഇങ്ങ് കൊല്ലുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പത്മിനി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഈ കത്തി അങ്ങ് തട്ടി മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൻ അതൊന്നും സമ്മതിക്കാതെ തന്നെ മുത്തശ്ശിനെ അങ്ങ് കൊല്ലാൻ വേണ്ടി അങ്ങ് കത്തി ആഞ്ഞങ്ങ് കുത്തുന്ന സമയത്ത് പിറകിൽ നിന്ന് ഒരു കൈകൊണ്ട് ഒരു പിടുത്തം അങ്ങ് വരികയാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഉണ്ടാകും അവിടെ രാധിക എത്തിയിട്ടുണ്ട്. അപ്പോൾ രാധിക ആ കൈ അങ്ങ് പിടിച്ചിരിക്കുകയാണ്. അപ്പം ഈ രാധിക പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മുത്തശ്ശിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം അങ്ങ് പറയണേ. ഇത്രയും ദുഷ്ടനായ ഒരാളാണ് നിങ്ങൾ, സ്വന്തം അമ്മനെയാണ് ഇപ്പോൾ നിങ്ങൾ കൊല്ലാൻ നോക്കുന്നത്. ഇത്രയും ദുഷ്ടനായ ഒരാൾ ഈ ലോകത്ത് വേറെ ഉണ്ടായില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ കത്തി അങ്ങ് വാങ്ങി താഴേക്ക് അങ്ങ് ഇവിടെ നോക്കുന്നുണ്ടെങ്കിലും ചന്ദ്രശേഖരനെ അതിനൊന്നും സമ്മതിക്കാതെ നേരെ പിന്നെ ഈ രാധികനെ അങ്ങ് തള്ളി മാറ്റുകയാണ്. അപ്പം വീണ്ടും ഈ രാധിക അങ്ങ് ഈ ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ കൊല്ലാൻ വേണ്ടി തന്നെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഇനി ആദ്യം നിന്നെ കൊന്നിട്ട് മതി ഇനി അമ്മനെ കൊല്ലുന്നത്. നീ ഇനി ജീവിച്ചിരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ അങ്ങ് കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ഇവർ വീണ്ടും അങ്ങ് പേടിക്കുകയാണ്. ഈ പത്മിനി ആകെ പേടിച്ചിട്ടുണ്ട്. പത്മിനി വേഗം മുത്തശ്ശിനെ അങ്ങ് കൂട്ടി പിടിക്കുന്നുണ്ട്, അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അമ്മനെ കൊല്ലുന്നതിന് മുന്നേ ഇനി ഞാൻ നിന്നെ തീർത്തിട്ട് ഇനി അമ്മനെ കൊല്ലാൻ നിൽക്കുന്നുള്ളൂ, നീയും ഇനി ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, ഇത്രയും ദുഷ്ടനായ ഒരാൾ ഈ ലോകത്ത് വേറെ ഉണ്ടായില്ല, സ്വന്തം അമ്മനെയാണ് നിങ്ങൾ ഇപ്പോൾ കൊല്ലാൻ നോക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ രാധികനോട് ഇങ്ങനെ ഇയാൾ പറയുന്നുണ്ട്, ആദ്യം ഇനി നിന്നെ തീർക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് അങ്ങ് ആ കത്തിയും കൊണ്ട് വരുന്ന സമയത്ത് ഈ രാധിക നേരെ അവിടെ ഒരു വിളക്കുണ്ടാകും. ആ വിളക്ക് എടുത്തിട്ട് ഈ ചന്ദ്രശേഖരൻ്റെ കൈക്കിട്ട് ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ആഘാതത്തിൽ ആ കത്തി അങ്ങ് താഴെ അങ്ങ് തെറിച്ച് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ രാധിക ഈ ഇയാളെ കൊല്ലാൻ നോക്കുന്ന സാധനവും കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മുടെ ജയഭാരതി മുത്തശ്ശി ആകെ ബോധം കെട്ട് അങ്ങ് വീഴാണ്. അപ്പോൾ ഇവരങ്ങ് ബോധം കെട്ട് വീഴുന്ന സമയത്ത് ഈ മുത്തശ്ശി താഴെ വീഴുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ട് രാധിക പെട്ടെന്ന് തന്നെ ചന്ദ്രശേഖരൻ്റെ അടുത്തുനിന്ന് മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഓടാൻ നിൽക്കുന്ന സമയത്ത് ചന്ദ്രശേഖരനെ ഈ രാധികനെ അങ്ങ് പിടിച്ചു വെക്കുന്നുണ്ട്. നീ എങ്ങോട്ടായി പോകുന്നത്? നിന്നെ ഇനി കൊന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഇനി നീ ഓർത്തു വെച്ചോ, നിൻ്റെ ജീവന് ഞാൻ എൻ്റെ കൈ കൊണ്ടായിരിക്കും എടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളോടുള്ള പാകമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ രാധികക്ക് ദേഷ്യം വരികയാണ്. കാരണം അമ്മ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇയാളുടെ പകനെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾക്കൊരു തള്ളൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോകുന്നു, മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് തള്ളിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. ചന്ദ്രശേഖരൻ അങ്ങ് പുറത്തിറങ്ങി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി അങ്ങ് ബോധം കെട്ട് വീണിട്ട് ഒരുപാട് അവരങ്ങ് ഉണർത്താൻ നോക്കുന്നൊക്കെ ഉണ്ട്, അമ്മയെന്നൊക്കെ വിളിച്ചിട്ട്. പക്ഷെ അമ്മ എണീക്കുന്നില്ല. അത്രയും പെട്ടെന്ന് അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് എത്തിക്കുകയാണ് അമ്മനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇവരിങ്ങനെ ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഡോക്ടർ ഒരു നഴ്സും ഇങ്ങനെ ഈ അമ്മനെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ നഴ്സിനോട് ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ പത്മിനോടും ഈ രാധികനോടും അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ മുത്തശ്ശിക്ക് എന്തൊരു പെട്ടെന്നുള്ളൊരു ആഘാതത്തിൽ വന്നൊരു ഷോക്കാണ്. അതെന്തായാലും ആ ഒരു ബോധം കെടലെന്ന് പറഞ്ഞത് ആ ഒരു ഷോക്കിലായിരിക്കും ബോധം കെട്ടത്. അത് ഈ ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കുറച്ച് ക്ഷീണം ഉണ്ടാകും, അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് എണീറ്റോളും, അപ്പോൾ ഓക്കെ ആകും. എന്തായാലും ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, അപ്പോഴേക്കും ഞാൻ വരാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് പത്മിനിയും ഈ രാധികയും കൂടിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ, എന്തൊരു ദുഷ്ടനാണ് അയാൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ രാധിക ഇങ്ങനെ പത്മിനിയോട് പറയുന്നുണ്ട്, സ്വന്തം അമ്മനെയാണ് ഇപ്പോൾ കൊല്ലാൻ നോക്കിയത്, അതുകൊണ്ട് അമ്മയും കൂടി ഒന്ന് സൂക്ഷിക്കണം, എന്താണ് ചെയ്യുക പറയാൻ പറ്റില്ല, ആർക്കെതിരെ അയാൾ തിരിയെന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് അമ്മയും കൂടി ഒന്ന് സൂക്ഷിക്കണം എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, ആ ശരിയാണ്, ഇപ്പോഴാണെങ്കിൽ സൂര്യയും അവിടെ ഇല്ല, സൂര്യ എന്തോ ജോലി അന്വേഷിച്ച് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അവൻ്റെ കൂടെ ആണെങ്കിൽ ഈ കൽപ്പന ഇറങ്ങി. ഇവർ രണ്ടുപേരും ഇനി തിരിച്ച് വരാൻ ചാൻസ് ഇല്ല എന്നൊക്കെയാണ് ഇപ്പോൾ അച്ഛൻ പറയുന്നത്. അച്ഛനിങ്ങനെ എപ്പോഴും പറയും,
സൂര്യനെ അയാൾ ഒരുപാട് ഉപദ്രവിച്ചതുകൊണ്ട് തന്നെ സൂര്യൻ ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇനി അവൻ തിരിച്ചു വരാനുള്ള ചാൻസും ഇല്ല. പിന്നെ നിനക്കറിയോ, കൽപ്പന ഇപ്പോൾ സൂര്യനോട് നല്ല രീതിയിലാണ്, നല്ല സ്നേഹത്തോടെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവർ അധികം പറയുന്നുണ്ട് അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇനി വരുണിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വരുണിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ മുത്തശ്ശിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച കാര്യമൊക്കെ വരുണിനങ്ങ് വിളിച്ച് പറഞ്ഞാൽ എന്തായാലും വരുൺ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ പോരും. അപ്പോൾ അങ്ങനെ പോരണ്ട, അവൻ ആ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, അതുവരെ അവനോട് വിളിച്ച് പറയേണ്ട എന്നുള്ള കാര്യം അങ്ങ് രാധിക പറയാണ്. അപ്പോൾ ഈ പത്മിനിയും പറയുന്നുണ്ട് അതാണ് നല്ലതല്ലേ, എന്തായാലും അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറഞ്ഞാൽ മതി, ഇപ്പോൾ അവൻ അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാണ്. അവൻ പത്മിനി പറയുന്നുണ്ട് അല്ല ഈ മുത്തശ്ശി എങ്ങനെ കണിമംഗലത്ത് എത്തിയത്, കണിമംഗലത്തേക്ക് ഇനി മുത്തശ്ശിനെ നീ അങ്ങ് തിരിച്ചയക്കേണ്ട, മുത്തശ്ശി ഇനി അവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട് എൻ്റെ അമ്മേ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, അതും ചെറിയച്ഛനെ കുറിച്ച് ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ മുത്തശ്ശിനോട് പറഞ്ഞ സമയത്തൊക്കെ മുത്തശ്ശി ഭയങ്കര പകയോടെയായിരുന്നു സംസാരിച്ചിരുന്നത്, ചെറിയച്ഛനെ കൊല്ലണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഞാനും വരണം ഒരുപാട് വട്ടം പറഞ്ഞ് അങ്ങനെ ഒരു കൂളാക്കി മാറ്റി അവിടെ അങ്ങ് റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ നേരം വെളുക്കുന്ന സമയത്ത് എന്തായാലും വരുന്ന ഇറങ്ങുന്ന ആ ഒരു സമയത്തൊക്കെ ഞാൻ അവിടെ മുത്തശ്ശിനെ കണ്ടതാണ്. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചതെന്നറിയില്ല, പിന്നെ മുത്തശ്ശിനെ അങ്ങ് കാണാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു ഈ മുത്തശ്ശി കണിമംഗലത്തേക്ക് തന്നെ ആയിരിക്കും വന്നിട്ടുള്ളത്. അതും ഈ ചെറിയച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവരെ അങ്ങ് കാണാത്തത്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പിച്ചതാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഞങ്ങളങ്ങ് വിടുന്നതൊന്നുമല്ല, ആരും കാണാതെ അങ്ങ് ചാടി പോകുന്നതാണ്. ഞങ്ങൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ് പുറത്തൊന്നും പോരുതെന്ന്. അത് മുത്തശ്ശി അതിനൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ അങ്ങ് കണിമംഗലത്തേക്ക് പോയതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പത്മിനിയും പറയുന്നുണ്ട് ഇനി എന്തായാലും നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ടെൻഷനായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ. പിന്നെ നമ്മുടെ പ്രിയങ്കയും മുത്തശ്ശിയും അവർക്ക് ഇനി ആ ഒരു പ്രൊഡക്ഷനുള്ള സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള കുറച്ച് പൈസയുടെ ഷോട്ട് അങ്ങ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ വേറൊരാളെയും കൂടി അങ്ങ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇറക്കിയത് തന്നെ ഈ പ്രൊഡക്ഷൻ മാനേജറും അതുപോലെ തന്നെ അവരുടെ ആ കാര്യങ്ങൾ നോക്കുന്ന ആ 2 പേരാണ് ഇയാളെയും കൊണ്ടങ്ങ് വരുന്നത്. അപ്പോൾ ഇതൊരു പുതിയൊരാളാണ് അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഈ ഫീൽഡിൽ ഒരുപാട് കാലമായിട്ടുള്ളതാണ്, എന്തായാലും ഈ ഇങ്ങനെയുള്ള സിനിമയിലൊക്കെ ഞാനിങ്ങനെ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഇഷ്യൂ വരുമ്പോൾ ഞാൻ അങ്ങനെ പൈസ കൊടുക്കാറുണ്ട്. പക്ഷേ നിങ്ങളെ കുറിച്ച് ഇവർ 2 പേരും എന്നോട് അത്രയും പറഞ്ഞത് കൊണ്ടുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ പൈസ തരുന്നത്. നിങ്ങളെ എനിക്ക് മുന്നേ പരിചയമൊന്നുമില്ല, എന്നാലും ഞാൻ ഇവർ പറയുന്ന ഒരു ഉറപ്പിൽ തരുന്ന പൈസയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി, അത് സുകുമാരി മുത്തശ്ശി അങ്ങ് പറയുന്നുണ്ട് അതെ ഞങ്ങൾക്ക് ഈ പൈസയ്ക്ക് ഇപ്പോൾ ഒരു ഷോട്ട് വന്നു എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഞങ്ങൾക്ക് പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ എഗ്രിമെൻറ്റിൽ നിങ്ങൾ സൈൻ ചെയ്തോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നുണ്ട് അതെ ഇവർക്കുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഇവർ നമുക്കിപ്പോൾ തരുന്ന പൈസ ആദ്യത്തെ കളക്ഷനിൽ തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട് അതെന്തായാലും തിരിച്ചു തരും, ഞങ്ങൾക്കിപ്പോൾ പൈസയുടെ ഷോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഒരുപാട് പൈസ വരാനുണ്ട്, പക്ഷേ അതിന് ടൈം എടുക്കും. പക്ഷേ സിനിമയുടെ കാര്യത്തിലായതുകൊണ്ട് അത് വരാനും വേണ്ടിയിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് സഹായം ചോദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആദ്യത്തെ കളക്ഷനിൽ തന്നെ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആ പേപ്പറിലൊക്കെ അങ്ങ് സൈൻ ചെയ്തോളൂ, മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വിശ്വാസമാണ്, അവൻ്റെ കഴിവിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പൈസ അങ്ങ് തരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറഞ്ഞിട്ട് അവിടെ അങ്ങ് ഒപ്പിടാൻ പറയാണ്. അപ്പോൾ ഈ കൽപ്പനയും നമ്മുടെ മുത്തശ്ശിയും കൂടിയിട്ട് ഒന്നും നോക്കാതെ ആ പേപ്പറിൽ മൊത്തത്തിൽ അങ്ങനെ ഒപ്പിടുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ നോക്കി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി അതിലെന്തെങ്കിലുമൊക്കെ ചതി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അഥവാ ഇനി അതൊരു ചതിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ പൈസ മൊത്തത്തിൽ അങ്ങ് പോയി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇത് ചതിയാണോ അല്ലേ എന്നൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.